സോജു ഉണ്ട് ഇവിടെയാണ് സോജു കുട്ടൻ. ഹലോ ഗായ്സ്, നമ്മളിത് ഇപ്പോൾ ഫ്രാങ്ക്ഫർട്ടിൽ ഒരു ഇന്ത്യൻ സ്റ്റോറിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ നിന്നാണ് എപ്പോഴും വീട്ടിലോട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാറ്. ഇതും ആക്ച്വലി ഒരു ഏഷ്യൻ സ്റ്റോറാണ്, പക്ഷെ ഇവിടെ അല്ല നമുക്ക് പോകേണ്ടത് ഇന്ത്യൻ സ്റ്റോറിലാണ്. ഓക്കെ, ഏഷ്യൻ സ്റ്റോറിലല്ല, ഇന്ത്യൻ സ്റ്റോറിൽ. സോ അതുകൊണ്ട് നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. സോ ഗായ്സ്, ഇതാണ് നമ്മുടെ സ്പൈസ് ലാൻഡ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ കയറാൻ പോകുന്നത്. സോ ഗായ്സ്, കണ്ട നമ്മുടെ ഇന്ത്യൻ ഫുഡ് ഐറ്റംസ് ഒക്കെയാണിത്. ലൈക്ക് സ്വീറ്റ്സ് ആണിത്. രസഗുല്ല, ഗുലാബ് ജാം, ഇതെന്ത് ഭണ്ഡാരാണോ എനിക്കറിയില്ല. ജിലേബി ഇതെനിക്കറിയാം. പിന്നെ ഇതെന്തൊക്കെയോ സ്നാക്സ്. ഇവിടെ ഇന്ത്യൻ ഫുഡ് മാത്രമല്ല കേട്ടോ, ഏഷ്യയിൽ എല്ലാ ഫുഡ് അവൈലബിൾ ആണ്, എന്നാലും മോസ്റ്റ്ലി ഇന്ത്യൻ ബേസ്ഡ് ആണ്. ഓക്കെ, പിന്നെ ഇവിടെ മൊത്തം ഡ്രിങ്ക്സ്, പിന്നെന്താ ഇവിടെ ബിയർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ. ഗൈസ്, ഇത് നമ്മുടെ ലേസാണ്. വില നോക്കി 2.29. ഇങ്ങനെയുള്ള ചില സാധനങ്ങൾക്കൊക്കെ ഇവിടെ ഭയങ്കര ഡബിൾ റേറ്റ് ആയിരിക്കും കേട്ടോ. ഇതെന്താ ജാപ്പനീസാ ചൈനീസാ, അവരുടെ എന്തോ സ്നാക്കാണത്. ഇത് നമ്മുടെ സീവീഡില്ലേ, സീവീഡിൻ്റെ സ്നാക്ക്. 50 സെൻറ്റേ ഉള്ളൂ. വസാബി ഫ്ലേവർ. സോ ഗായ്സ്, നമ്മുടെ നാട്ടിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന വാസ്ലിൻ ഇവിടെ വില നോക്കിക്കാം, 2.59. ഈ പൊടിയുടെയൊക്കെ വില നോക്കിക്കായിരുന്നു. ഇന്നോടൊക്കെ സോപ്പ് ലൈഫ് പോയി ഗൈസ്, ലൈഫ് പോയി. തുരച്ചു കുളിച്ചോ ഗൈസ്. വില നോക്കി 179 രൂപ നാട്ടിലെ പ്രൈസ്. ഒരു സോപ്പിൻ്റെ വില എനിക്ക് തോന്നുന്നു നാട്ടിൽ ഈ സോപ്പിന് 20 രൂപയോ 10 രൂപ എന്തോ ഉള്ളൂ. അമ്മാരി ഇത് ഇവിടെ കൊണ്ടുവന്നിട്ട് നല്ല കാശിന് വിൽക്കണത്. ഇത് ഫെയർ ആൻഡ് ലവ്ലി. ഇതിൻ്റെയൊക്കെ വില നോക്കി 700, 600, 400 രൂപയൊക്കെയാണ്. എന്താണല്ലേ, ഇവർ നമ്മളൊക്കെ പിഴിഞ്ഞ് ഒരുപാട് കാശുണ്ടാക്കും. പിയേഴ്സ് പറഞ്ഞിട്ടില്ല, നല്ല വില. അവിടെ തന്നെ വെച്ചേക്കാം. കൊതുക് തിരിയാ, ചന്ദനത്തിരിയാണ്, അങ്ങനെ എന്ത് ഐറ്റംസാണ് താഴെ ഇരിക്കണതൊക്കെ. ഈ ഒരു സെക്ഷൻ മുഴുവനും ഏഷ്യൻ നൂഡിൽസാണ് ഇരിക്കണത്. എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഏഷ്യൻ നൂഡിൽസാണ്. ഇതെൻ്റെ ചേച്ചി കാണണ്ട, കണ്ടു കഴിഞ്ഞാൽ അവൾ അവിടെ മലന്ന് കിടക്കും. പുൽത്താക്കാണ് ഇത്. മൊത്തം പുൽത്താക്കിൻ്റെ ഏരിയ തോന്നുന്നു. വാവ്, വലിയൊരു പാക്കറ്റ് പുൽത്താക്ക്. എത്ര രൂപ? കണ്ടാലേ വാങ്ങാൻ തോന്നൂല. ഈ ഏരിയ തൊട്ട് ആ ഏരിയ വരെ മൊത്തം നൂഡിൽസാണ്. ഇതും നൂഡിൽസാണ്, ലൈക്ക് ഏഷ്യൻ നൂഡിൽസ്. ഇത് ഏതാ ഭാഷ? കന്നഡയാണെന്ന് തോന്നുന്നു. ഇത് തമിഴ്. ഇത് ഏതോ ഡ്യൂപ്ലിക്കേറ്റ് സാധനം കൊണ്ടെന്ന് വെച്ചാൽ ആൾക്കാരെ പറ്റിക്കാനായിട്ട്. ഭയങ്കര തിന്നല്ല, വലിയ ഫ്ലേവേഴ്സൊന്നും ഇല്ലാത്ത നൂഡിൽസ് ഇതൊക്കെ. പിന്നെ ഇപ്പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാറിൽ അടയ്ക്കപ്പെട്ട എന്തൊക്കെയോ സാധനങ്ങൾ. ഞാൻ ഇതിൻ്റെ അടുത്തൊന്നും പോകാത്തതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി പറഞ്ഞു തരാമെന്ന് പറഞ്ഞൂടാ. ഇതെന്താ? ഇത് ഞാൻ കണ്ടിട്ടുണ്ട്, മറ്റേ ഈ ചൈനക്കാർ തിന്നണത്. ബാമ്പൂൻ്റെ എന്തോ ഒരു സാധനം. സീവീഡ് പിന്നെ ഇരിക്കണം. ഒരെണ്ണെടുത്തോ നോക്കിയാലും വേണോ? വേണ്ട. ഉണ്ടോ ഗൈസ്, നമ്മൾ ചപ്പാത്തി അങ്ങനത്തെ ഐറ്റംസ്. ഇത് നമ്മളെ മിക്സർ, കുടു ബാളയാ എന്താണോ ഈ സാധനം. ഇത് കഴിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ എനിക്ക് എൻ്റെ പേരൊന്നും പറഞ്ഞാൽ അറിഞ്ഞൂടാ. മിക്സറാണ്, കേരള മിക്സർ. 199 രൂപ. ബെസ്റ്റ്. കുട്ടിക്കോ പക്കുവട. പിന്നെന്താ കോൺഫ്ലെക്സ് മിക്സ്ചർ.
ഇങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അയ്യോ, ഇയാൾ ഈ ബിൽഡിലില്ലാത്ത ആളാണ്, സോറി. ഇനി അടുത്തത് എന്താ, ശർക്കര പുരട്ടിയോ? ഇത് ബനാന ചിപ്സ് ആണ് നമ്മുടെ നാട്ടിലുള്ള. എനിക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ അന്വേഷിച്ച് നോക്കണമെന്ന് ആഗ്രഹമുള്ളൊരു സാധനമുണ്ട്. അത് നമ്മുടെ സദ്യയുടെ പാക്കാണ്. അത് ഇവിടെ ഉണ്ടാകുന്ന ഞാൻ നോക്കും. പിന്നെ ഇത് നമ്മുടെ സ്നാക്സൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഉണക്കിയ പാവക്ക കൊണ്ടാട്ടം, അതിൻ്റെ ചിപ്സ് അതൊക്കെ ഉണ്ടായിരുന്നില്ലേ നാട്ടിൽ. ചിപ്സ്, നോർമൽ ചിപ്സ്. ഞങ്ങൾ വേളാങ്കണ്ണിക്ക് കൊണ്ടുവരുമ്പോൾ കൊണ്ടുവരുന്ന സാധനം കടല, ഇങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. കാപ്പലണ്ടി മുട്ട, എൻ്റെ അമ്മ ഇത് കാണണ്ട, കണ്ട അവിടെ കിടക്കും. വേണമെങ്കിൽ ഇതിന് പിന്നെ ഇവിടെ നിന്ന് പോവില്ല. ആരയിക്കുന്നേ പൊരിയുണ്ടയാ വന്ന് ഇതൊക്കെ അങ്ങ് ജർമ്മനി വരെ എത്തി. എന്താ വേറെ വേണ്ടേ? എള്ളുണ്ടാ, കാപ്പലണ്ടിയുടെ വേറെ എന്താ, ഒട്ടലണ്ടി മുട്ടയുടെ എന്തൊക്കെയോ, മിക്സറ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്, സ്നാക്സ് ബേസ്ഡ് ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഇത് പാനിപ്പൂരിയിലിടുന്ന വെള്ളം, സോറി. പിന്നെ ഇത് പാനിപ്പൂരി ഉണ്ടാക്കണതിൻ്റെ സെറ്റ്, പാനിപ്പൂരി ഉണ്ടാക്കണതിൻ്റെ മറ്റേ സാധനം, ബോളിൻ്റെ അരി. ഈ ഇരിക്കുന്ന ഐറ്റംസൊക്കെ എന്താണെന്ന് അറിയാം. ഇത് നമ്മുടെ ലിച്ചി ക്യാൻ ചെയ്തതാണ്. അതുപോലെ പഴം, ചക്ക ക്യാൻ ചെയ്തത്. പിന്നെ ഇതിൻ്റെ മലയാളം ബാക്കി എനിക്ക് അറിഞ്ഞൂടാ. അറിയാം, മലയാളം എനിക്ക് അറിയുള്ളൂ, പക്ഷെ എനിക്കിൻ്റെ മറന്നു ഞാൻ. ഇതിനൊക്കെ മമ്മി എപ്പോഴും പറയും, ഇത് കഴിക്കുമ്പോൾ വയറുവേന എടുക്കും കുറേ കഴിക്കരുതെന്ന്. ആ സാധനമാണിത്. പിക്ചർ കണ്ട് മനസ്സിലേക്കിക്കോ. പിന്നെന്താ, ഇതൊക്കെ ഇങ്ങനെ മാംഗോ, ചക്ക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇങ്ങനെ ക്യാൻ ചെയ്ത് വെച്ചേക്കണേ, കണ്ട കൊള്ളാല്ലേ. ഇതാണ് ഇവിടുത്തെ അച്ചാറാണ്, നമ്മുടെ ഇവിടുത്തെ ഇത് മീനച്ചാറ്. നോർമലി ഞാൻ ഇവിടുന്ന് ചെമ്മീനച്ചാറാണ് വാങ്ങാറുള്ളത്. പക്ഷെ ഇവിടെ ചെമ്മീനച്ചാറ് ഇപ്പം കാണാനില്ല ഗൈസ്. ഇവിടെ പോയാൽ മീനച്ചാറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെയല്ല, കാണിച്ചതാണ്. ഇതിൻ്റെ വില ഏകദേശം കണ്ടാ 500 രൂപയാണ് ഒരു മീനച്ചാറിൻ്റെ വില. പിന്നെ അതേപോലെ പലതരം അച്ചാറുണ്ട്. ഇങ്ങനെ എന്താ, നാരങ്ങ, മാങ്ങ, ഡേറ്റ്സ്, കുറേ അച്ചാറൊക്കെ ഉണ്ട് ഗൈസ്. വില കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട്. കുറഞ്ഞതെടുക്കുമ്പോൾ അത്രയും ഡിഫറൻസ് ഉണ്ടാവും അതിൻ്റെ ഇതിനകത്തൊക്കെ. പിന്നെ ഈ താഴെ ഇരിക്കണൊക്കെ നമ്മുടെ പപ്പടമാണ്, പല സൈസിലും ഷേപ്പിലൊക്കെ ആയിട്ടുള്ള പപ്പടം. പിന്നെ വേറൊരു സാധനം ഉണ്ട് ഇവിടെ. ഇതൊരു നൊസ്റ്റാളജി സാധനമാണ്. പണ്ട് മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ, ഇപ്പം ഞങ്ങൾ ചേച്ചിയൊക്കെ പോകുമ്പോൾ നമ്മളിത് വാങ്ങിച്ചിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. പിന്നെ ഇതെന്താ, ചമ്മന്തിപ്പൊടിയെന്ന് തോന്നുന്നത്. എന്താ കൊള്ളാലേ, കണ്ട ചമ്മന്തിപ്പൊടി, അജ്മീയുടെ ചമ്മന്തിപ്പൊടി കൊള്ളാം. ഇതൊക്കെ ഉള്ളതുകൊണ്ട് നാട്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും മിസ് ചെയ്യാത്തത്. ഇത് നമ്മുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്. സീതാപ്പഴം, പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ട്. പക്ഷേ ഇതിൻ്റെ വില കണ്ടാൽ നമ്മൾ ഞെട്ടും. കണ്ടോ, 1000 രൂപ ഒരു ഡ്രാഗൺ ഫ്രൂട്ടിന്. ഇത് ഞാൻ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കാതിരിക്കുന്നതാണ്. നെല്ലിക്ക, തലയ്ക്ക് തളകടാം. കരിമ്പ്, ഇതെന്താ സാധനം ആർക്കറിയാം. ഇത് വുഡ് ആപ്പിൾ എന്നാണ് പേര്. ഇത് കരിക്ക് നമ്മൾ. ഇത് പിന്നെ കരിക്കല്ല കേട്ടോ, ഇത് കരിമ്പാണ്. ഒരു അക്ഷരം അങ്ങോട്ട് മാറിപ്പോയി. ഇത് മുരിങ്ങാക്കോല്. ഇതെന്താണ്, വാളല്ല കേട്ടോ, പടവലങ്ങയാണ് തോന്നുന്നത്. കണ്ടോ വെജിറ്റബിളിൻ്റെ സെക്ഷൻ. തക്കാളി, മുളക്, വേപ്പില. ഇവിടെ വേപ്പില ഇങ്ങനെയാണ് വാങ്ങാൻ കിട്ടുന്നത്. കണ്ടോ, ഇങ്ങനെ ഉണക്കിയിട്ട് അതാകുമ്പോൾ കുറേ നാൾ വരെ നിന്നോളും. പിന്നെ നാരങ്ങ, ലെമൺ. ഉണക്കാത്ത വേപ്പില അവൈലബിൾ ആണ്, എന്നാൽ ഉണക്കിയതും ഉണ്ട്, മനസ്സിലായോ? അങ്ങനെ കണ്ടോ. ഇത് ആക്ച്വലി ഒരു മഷ്റൂമാണ്. ഇത് കാടമുട്ടയുടെ വില 3 യൂറോ. എന്താ, അല്ല 2.59 അടുപ്പിച്ച് 3 യൂറോയായി.
ചക്കക്കുരു ഒക്കെ ഗൈസ് നാട്ടിൽ വെറുതെ കൊണ്ട് പൊള്ളേക്കളയാണ് സാധനമൊക്കെ ഇവിടെ വിൽക്കാൻ വെച്ചേക്കണേ 2 യൂറോയ്ക്ക്. കാന്താരി മുളക്, എനിക്ക് മഞ്ഞളാണ് ഇത്, മഞ്ഞൾ, ടേമറിക്ക്. ചോളം വിരിഞ്ഞു വന്നതാ, കുഞ്ഞതിനെയൊക്കെ പിടിച്ച് വിൽക്കാൻ വെച്ചേക്കണേ ഏതോ ഇഷ്ടമായിരുന്നു. കണ്ട് എന്തൊക്കെ സാധനമാണ്, ക്യാപ്സിക്കൊക്കെ ഒന്നതാണ്. പാവക്ക, ഈ തള്ള എവിടെ പോയാലും ഉണ്ടാവും ശല്യം. എന്തത്, ബ്രിഞ്ചാള്, വെണ്ടയ്ക്ക. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനത്തിലൊരു സാധനമാണ് വെണ്ടയ്ക്ക. പക്ഷേ വില കണ്ടോ, ഒക്രയുടെ വില നോക്കൂ, 6 യൂറോ. കപ്പ എടുത്താലോ, 4 യൂറോ കപ്പയ്ക്ക. പോക്കപ്പായി അരുന്ധതി ജീവി എന്തോ തേങ്ങ ഉടച്ച് കളഞ്ഞത്. ഇത് വില നോക്കി 120 രൂപ ഒരു തേങ്ങക്ക്. നാട്ടിൽ 5 തേങ്ങ 4 തേങ്ങയൊക്കെ വാങ്ങണം. കപ്പങ്ങയാണ് കഴിച്ചത്. ഇത് മല്ലിയില, ഇത് മിന്റ് ലീഫ്, പാവക്ക, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ. ഇത് നമ്മുടെ കരിവേപ്പില മല്ലേ, ഉണക്കി. ഇത് ഉണക്കാത്തതുണ്ട്, ഇത് ഉണക്കാത്തത്. പിന്നെ ഇത് നമ്മൾ കച്ചവടക്കാരാ ഗൈസ്, ഉണ്ടോ, ആവശ്യക്കാർക്കൊക്കെ എടുക്കണം. അതിൻ്റെ പേര് നോക്കിക്ക്, പിന്നെ വീട് വെക്കണ്ട ഒരുപാട് എന്തേലൊക്കെ വാങ്ങണം. ചെറിയ ഉള്ളി, ഇത് ഞാൻ കാണാനായിട്ട് കുറേ മിസ് ചെയ്തിട്ടാ. പക്ഷെ ആക്ച്വലി കാണാൻ ഞാൻ കണ്ടിട്ട് ഒരെണ്ണാളായി. സോ ഗായ്സ്, ഇതെന്താ നിങ്ങൾക്ക് അറിയാം, ഇത് റെഡി ടു ഈറ്റ് ആണ്. ലൈക്ക് ഇത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചേക്കണേക്കും. ഇത് ജാപ്പനീസ് രീതിയിൽ പാക്ക് ചെയ്തേക്കണ ഫുഡ് ഐറ്റംസ് ആയിരിക്കും. എന്താണ്, കുറേ നാൾ വരെ ഇത് നിൽക്കും. നമുക്കിപ്പോൾ പെട്ടെന്ന് എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ നമുക്കിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇത് അപ്പം തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ ഫുഡൊന്നും ഉണ്ടാക്കിയ ടൈം കളയേണ്ട ആവശ്യം വരില്ല. ഇതെല്ലാം അങ്ങനത്തെയാണ് ഏകദേശം, കണ്ടോ. ടേസ്റ്റി നിപ്പിൾസിൻ്റെ ഒന്നും ഇല്ല, അല്ലെങ്കിൽ നന്നായിരുന്നു. സോ ഇത് ഈന്തപ്പഴം. ഇത് ആക്ച്വലി നല്ല ഈന്തപ്പഴം കേട്ടോ, ഞാൻ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. നോട്ട് ബാഡ്. ഈ സാധനം എനിക്ക് ഹൈലി നൊസ്റ്റാളജി തന്നൊരു സാധനമാണ്. കാരണം പണ്ട് എൻ്റെ അപ്പൻ ഓട്ടം പോയിപ്പ ഒരു പ്രാവശ്യം അപ്പം എനിക്ക് ഇതുപോലത്തെ ഒരു സാധനം കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. ഇത് മാങ്ങയുടെ പൾപ്പ് ഇതൊക്കെ വെച്ചേക്കണാണ്, കണ്ടോ. കണ്ടോ, ഗുലാബ് ജാമുൻ, രസഗുല്ല, എന്തോന്നാ ഇത്, ടിക്കിയാ ഗൈസ്. ഇത് നമ്മുടെ നാട്ടിലെ തേങ്ങയില്ലേ, തേങ്ങ ചിരണ്ടി വെച്ചതൊക്കെയാണ്. കണ്ട, പല ഷേപ്പിൽ പല രീതിയിൽ പിന്നെ ചിരണ്ടി വെച്ചേക്കണ കൊത്തായിട്ടും അങ്ങനെയൊക്കെ. എന്താ ഇത് ഞാൻ ഇന്ന് കഴിച്ചു ഗൈസ്. ഇതെൻ്റെ ഷെഫിൻ ഇന്ന് കൊണ്ടുവന്ന് എനിക്ക് തന്നു. പക്ഷേ ആക്ച്വലി ഇതെനിക്ക് ഇഷ്ടമായില്ല, പക്ഷെ എൻ്റെ ഷെഫിന് ഇഷ്ടമായി. പുള്ളിക്കാർ പറയുന്നത് നോർത്ത് ഇന്ത്യൻ സമൂസയാണ് കുറച്ചുകൂടി ടേസ്റ്റ് സൗത്ത് ഇന്ത്യൻ സമൂസനെക്കാട്ടും എന്നാണ്. ഇതങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ്, സമൂസ, ചപ്പാത്തി, റൊട്ടീസ്, നാൻ, അങ്ങനത്തെ ഐറ്റം, പൊറോട്ട, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് പിന്നെ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി, ഇതൊക്കെ ഇങ്ങനെ ഓൾറെഡി ഫുഡ് ഉണ്ടാക്കി ചൂടാക്കിയിട്ട് തിന്നാൽ മതി. ഇത് നമ്മൾ കൊത്തു പൊറോട്ട, ഉപ്പുമാ റവ, കൊത്തു കറി, പൊറോട്ട, എന്താ ഇടിയപ്പം, പുട്ട്, ഉണ്ണിയപ്പം, വട, ലഡു, ബ്ലാക്ക് ഹലുവ, യെല്ലോ, മസാല ദോശ. ഇതിനകത്തുനിന്ന് മൊത്തം കണ്ടുപിടിച്ച് തരാൻ എനിക്ക് അറിയാം. പക്ഷെ ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഒരു കൊല്ലെടുക്കും. അത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ സൗകര്യം പോലെ എല്ലാവരും ഇതിനകത്തുനിന്ന് നോക്കി ഇതിൻ്റെയൊക്കെ വില കണ്ടുപിടിച്ചോളൂ. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കാണെങ്കിൽ ഇത് പ്രത്യേക ഒരു വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാം. കാരണം ഇത് കുറേ സമയം എടുക്കും ഇവിടെ നിന്ന് ഇതിൻ്റെ വില തന്നെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ ഇതെന്തോ ചൈനീസ് ജാപ്പനീസ് ഐറ്റംസ് ഒക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഇതെൻ്റെ അമ്മയുടെ ഫേവറേറ്റ് സാധനമാണ് വട്ടയപ്പം.
ഫേവറേറ്റ് സാധനമല്ല, ഞാൻ തിന്നില്ലല്ലോ, പിന്നെ അമ്മ തന്നെ തിന്നണ്ടേ. അങ്ങനെ സമൂസ. പിന്നെന്താ സമൂസ ഷീറ്റാണിത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കണം എന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. നമ്മുടെ ഉണ്ണിയപ്പം കണ്ടോ ഗൈസ്? ഇവിടെ ഉണ്ട് ഉണ്ണിയപ്പം. കണ്ടാ ഞാൻ ഉണ്ണിയപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് നിങ്ങൾക്ക്. ഉണ്ണിയപ്പം കണ്ടോ? ഉണ്ണിയപ്പം, പൊറോട്ട, പല ഇത് പിന്നെ കബാബ് അങ്ങനത്തെ ഇത് ഐറ്റംസൊക്കെയാണ്. ഇതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൊത്തു പൊറോട്ടയാണ് എന്തോന്ന് തോന്നുന്നു. ഇത് സമൂസ നമ്മൾ ഓയിലിട്ട് ഫ്രൈ ചെയ്യണം. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഫ്രോസ് ചെയ്തതാണ്. ചൈനീസ് പൊട്ടറ്റോ, ചക്ക കാണുന്നത്. കണ്ടോ ചക്ക? ഇടിച്ചക്കയാണത് ആക്ച്വലി. കണ്ടോ ഇടിച്ചക്ക. ബീൻസ്. ഇത് നമ്മുടെ മാങ്ങ പഴുപ്പിച്ചത് ഫ്രോസ് ചെയ്തത് വെക്കാം. അതൊക്കെ അടിപൊളിയല്ലേ? ഇതാണ് മോനെ ഞാൻ ഇത്രയും നാൾ തപ്പി നടന്നേറ്റ സാധനം. സദ്യ പാക്കറ്റ്. ഇതെനിക്ക് വേണം ഗൈസ്. ഇവിടെ വന്നിട്ട് ഞാൻ ഇന്നാരും കാണാത്തൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നെന്ന് എനിക്കറിയാം. ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ബിരിയാണി മസാലയുടെ ഗരം മസാല ഹോൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബിരിയാണി മസാലക്കുള്ള എല്ലാ സാധനവും ഇതിനകത്തുണ്ട്. സോ കാണാത്തവർക്ക് ഇതിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ. ഇത് നമ്മുടെ കടല ഐറ്റംസ്, പിന്നെന്താ ഗ്രീൻ പീസ്, പയർ, കടുക്, മേത്തി സീഡ് എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ മലയാളത്തിൽ. ഉലുവയാന്ന് തോന്നുന്നു. അങ്ങനത്തെ ഐറ്റംസ്, ജീരകം, കൊറിയാൻഡർ, പിന്നെന്താ പലതരത്തിലുള്ള ബീൻസ്, ചെറിയ ബീൻസ്, അങ്ങനത്തെ കണ്ടുപോയിക്കോ ഗൈസ്. മുളക് പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കടൽ അല്ല, ഇത് നമ്മുടെ കപ്പലണ്ടി. ഓക്കെ. പിന്നെ ഈ സൈഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോസൺ ആയിട്ടുള്ള ഫിഷ്, ചില്ലി, സീവീഡ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇത് കഴുകിയൊന്നുമില്ലാത്തതൊന്നും തോന്നുന്നത് വൃത്തികേടായിട്ടില്ല. ഇത് ഫിഷാണ്. എൻ്റെ ഫിഷാണെന്നോട് ചോദിക്കരുത്, എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് പണ്ടേ തിന്നാനേ അറിയുള്ളൂ, പറയാനൊന്നുമില്ല. വേണ്ട, മീനാണ് എനിക്ക് നടക്കാം. ഫ്രോസൺ ഫിഷാണ്. വില ഇവിടെ തന്നെ ഉണ്ടാവും. ഓരോന്നിൻ്റെയൊക്കെ വില ഉണ്ടോ? വില ഓക്കെ. ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ ഫിഷായിരിക്കണം. ഈ ഇരിക്കുന്ന വലുതൊക്കെ ഫിഷാണ്. ഇത് ഫിഷാണ്. ഇതെന്താ കിളിമീനാണ്? കരിമീനാണ്. ദൈവത്തിനാണ്. ചാളയോ? ആരാണിത്? ഇതായില്ല. ഇതാ ചാള. ചൂരയോ? എന്തൊക്കെയൊക്കെയോ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇതൊക്കെ ഫിഷിൻ്റെ ഒരു സെക്ഷനാണ് കാണുന്നത് മൊത്തം. പിന്നെ ഈ ഒരു സൈഡ് മൊത്തം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മസാലാസാണ്. കണ്ടോ? മൊത്തം മസാലയാണ് ഇരിക്കുന്നത്. കണ്ടോ? ഇവിടെ നിന്ന് അങ്ങറ്റം തിങ്ങറ്റം വരെയൊക്കെ മസാല തന്നെയാണുള്ളത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. പലതരം മസാല, സാമ്പാർ പൊടി അങ്ങനെയൊക്കെ ഉണ്ടാവും ഇവിടെ. കണ്ടോ? സാമ്പാർ പൗഡർ, സാമ്പാർ മിക്സ്, ദോശ മിക്സ്, ഗുലാബ് ജാമിൻ്റെ അത്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് കണ്ടു മുകളിൽ. അങ്ങനെയൊക്കെ പാലട ഞാൻ ഇടയ്ക്കൊക്കെ വാങ്ങാറുണ്ട്. പിന്നെ ഇത് കടലപ്പൊടി, ഇത് സോയാബീൻസ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടോ? കശുവണ്ടി, ആൽമണ്ട്സ്. പിന്നെ മലയാള പേര് ഞാൻ മറന്നുപോയി. ഇടിയപ്പത്തിൻ്റെത്. അങ്ങനെ ഈ ഇരിക്കുന്നതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊടികളാണ് ഓരോന്നിൻ്റെ. ദോശ ഉണ്ടാക്കുന്നതിൻ്റെ പൊടി, ഇടിയപ്പത്തിൻ്റെ പൊടി, അപ്പത്തിൻ്റെ പൊടി, പുട്ടിൻ്റെ പൊടി, അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇരിക്കുന്നത്. മൊത്തം അങ്ങനെയാണ്. പുട്ടിൻ്റെ പൊടിയൊക്കെ ഇരിക്കണുണ്ടോ? ദോശയുടെ പൊടി, അങ്ങനെ കടലപ്പൊടി. നാട്ടിൽ തന്നെ അതിവിദഗ്ധമായി കണ്ടുവരുന്ന അവലാണ് അടുത്തത്. ഇത്രയൊക്കെ ഉള്ളു ഇവിടെ ആക്ച്വലി. നമ്മുടെ അവലാണ് ഇരിക്കുന്നത്. വില കണ്ടോ? 300 രൂപ, 500 രൂപ, 200 രൂപ. എൻ്റെ പൊന്നെ,
ഇതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ല. ഇതെനിക്ക് ആര് ഇപ്പം കുത്തിക്കയറ്റി തന്നാലും ഞാൻ തിന്നാൻ പോണില്ല. അതുകൊണ്ട് ഞാൻ കാശ് കൊടുത്ത് ഒരിക്കലും വാങ്ങാനും പോണില്ല. അതുകൊണ്ട് ഈ ഒരു സെക്ഷൻ മൊത്തം ചെമ്മീനാണ്. പല സൈസ്, പല വെറൈറ്റി, അതുപോലെ നല്ല റേറ്റും ആയിരിക്കും പലതിനും. ഇതും അങ്ങനെ എന്തൊക്കെ തന്നെ. ആ ഇത് ഇഡ്ഡലി പ്ലേറ്റർ. ഇതൊക്കെ നമ്മുടെ ഇത് കല്ലുമ്മക്കായ. ഇത് പിന്നെ ഇത് മിക്സ്. ഇത് ക്ലെയിംസ് ഉണ്ട്. ഇത് ക്ലെയിമാണ്. പിന്നെന്താ, ഇന്ന് എൻ്റെ ഷെഫിന് ഇവിടെ വന്നിട്ട് ഇവിടെ മാങ്ങ ഇല്ലെന്നും പറഞ്ഞ് പോയി. ഇവിടെ മാങ്ങയുടെ പള്ളിപ്പെരുന്നാളാണ് ഞാൻ നോക്കിയിട്ട്. ഇത് കശുവണ്ടി അല്ലേ? എന്താ കശു മാങ്ങയാ? ഇതെന്താ കോഴിയുടെ വാല? ക്ലെയിം കണ്ടോ? ഇതാണ് ക്ലെയിംസ്. ഇത് കാച്ചിലാണ്. കാച്ചിലിൻ്റെ വില കണ്ട €6 അടുപ്പിച്ചാവും. 600 രൂപ അടുപ്പിച്ചാവും. ഇത്രയും വലിയ കാശൊന്നും ഞാൻ കണ്ടിട്ട് കൂടി ഇല്ലത്താ. അത് വേറെ കാര്യം. പിന്നെ ഇത് നമ്മുടെ നെയ്യൊക്കെ കണ്ടോ? 600 രൂപ, 2000 രൂപ. ഇത് കോക്കനട്ട് മിൽക്ക്, അങ്ങനെ തേങ്ങ ചിരകിയത്, കടുക്. അത് കടുകല്ല, അത് കടുകല്ല, കടുക് തന്നെ വേറെന്തോ സാധനം. ഓക്കെ, കടുകിൻ്റെ തന്നെ എന്തോ വേറെന്തോ. അനിയനാ ചേച്ചി ആരോ. കണ്ടാ ഇതാണ് കേസ് പുളി. കണ്ടോ എന്താണല്ലേ? മീൻകറി ഉണ്ടാക്കാൻ ആർക്കൊക്കെ പുളി ആവശ്യമുള്ളൂ. എങ്കിൽ മീൻകറി ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ. അതൊന്ന് നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇത് വെളിച്ചെണ്ണ 400 രൂപയൊക്കെ വെളിച്ചെണ്ണക്ക്. ഇതിന് മേലെ ഞാൻ വെളിച്ചെണ്ണ തിന്നാണ്ടിരിക്കണതല്ലേ. നമ്മൾ പറയും ഇത് കിംചി. ഓക്കെ, കൊറിയൻ ഡ്രാമയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയാണ് ഇത് കിംചി. ഇതിന് 1000 രൂപ. ഇതിന് 300 രൂപ. ഓക്കെ, ഞാൻ ആരെന്നെ ഒന്ന് കാണിച്ചതില്ലെന്ന് ആരും പറയരുത്. ഇത് ഹോർലിക്സ് നമ്മുടെ, അതിന് €9 അടുപ്പിച്ച്, അതായത് 900 രൂപ. ബ്രൂവ് 400 ഉണ്ട്, 800 ഉണ്ട്. ഇത് വേണമെങ്കിൽ എടുക്കാം ഇഷ്ടമുള്ളവർക്ക്. ഞാൻ ചായ കുടിക്കാറില്ല, കാപ്പി കുടിക്കാറില്ല, ആണ് എനിക്കിത് അറിഞ്ഞൂടാ. ഓക്കെ ആണ് ഗൈസ്. ഇത് നമ്മുടെ റൈസിൻ്റെ സെക്ഷനാണ്. ഇത് നമ്മുടെ നാട്ടിലെ മട്ടേരി എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ട്. റെഡ് പാർബോയിൽ റൈസ്, കേരള മട്ട. ഇനി വില എത്ര? €300 രൂപ. ഓക്കെ, വേണ്ടവരൊക്കെ വന്ന് വാങ്ങിച്ചോളൂ. എനിക്ക് വേണ്ട. ഇനിവേ ഇന്ത്യ ഗേറ്റ്വേയുടെ ബസ്മതി റൈസ് ഉണ്ട്. അങ്ങനെ തമിഴ് പസങ്ക. നമ്മുടെ ന്യൂഡിൽസ് സെക്ഷൻ നേരത്തെ കാണിച്ചിരുന്നില്ലേ? ചന്ദനത്തിരിയൊക്കെ വീട്ടിലോട്ട് വേണ്ടവർ ഇങ്ങോട്ട് വരിക. ഓക്കെ, ഓയില്, അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ ഇവിടെ കെട്ട് കണക്കിനായിട്ടുള്ള റൈസ് നമുക്ക് വാങ്ങാൻ കിട്ടുന്നതാണ്. ഇത് ബസ്മതി റൈസിൻ്റെ 20 കിലോ വില അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവർ. കണ്ടോ? ഓക്കെ, പലതരം ഡ്രിങ്ക്സാണ്. സോഫ്റ്റ് ഡ്രിങ്ക്സാണ് പലതരം. പിന്നെ കണ്ടോ, ഇവിടെയൊക്കെ ഡ്രിങ്ക്സാണ് ഇങ്ങനെ ഓരോരോ. ഇത് ആക്ച്വലി സ്വീറ്റ്സാണ്. സോന പപ്പടിയാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതും റൈസാണ്, ബസ്മതി റൈസിൻ്റെ എന്തോ ഹോൾ പാക്കറ്റിൻ്റെ ഒരു സെക്ഷനാണ് ഇതൊക്കെ. പിന്നെ ഇത് മട്ടരിയുടെയൊക്കെ വലിയ 5 കിലോയുടെയൊക്കെ പ്രൈസൊക്കെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ തന്നെ ഉണ്ടോ? മട്ടരിക്ക് 1000 രൂപയൊക്കെയാണ് അടുത്ത് തന്നത്. ഉണ്ടോ? പാലക്കാട് മട്ടരിയുടെ വില 1000 രൂപ. 2000 വാങ്ങിച്ചോ? 20 രൂപ. പിന്നെ ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ ബോർബോൺ ബിസ്ക്കറ്റ്, പിന്നെ മാരിഗോൾഡിൻ്റെ ഇത് ബിസ്ക്കറ്റ്, പിന്നെ ഈ സാധനം. ഓക്കെ ഗൈസ്, ഏതെങ്കിലും ടൂറൊക്കെ പോകുമ്പോൾ എനിക്ക് പപ്പ പണ്ട് വാങ്ങിച്ചൊന്നും ഇടാറുണ്ട് ഈ സാധനമൊക്കെ. കണ്ടോ? ഇത് ഡാർക്ക് ഫാൻറ്റസിയിൽ തന്നെ ഇത് ക്രീമുള്ളത്. ഞാൻ പണ്ടെപ്പോഴും ഇത് തപ്പി നടക്കും. എന്തിനാ വണ്ടയിൽ വെഗൻ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ചിരിപ്പിക്കാനായിട്ട് ആൾക്കാർ. ഇത് ക്രാക്ക് ജാക്ക്, ഇത് മിൽക്കി ബിക്കീസ് ആണ്. ഗുഡ് ഡേ. നമ്മുടെ നാട്ടിലെ എല്ലാ ബിസ്ക്കറ്റും ഇവിടെ കിട്ടും. ആക്ച്വലി വില ഉണ്ടാവുന്നേ ഉള്ളൂ. വില €100 രൂപയൊക്കെ. ഓക്കെ, ഓറിയോ ബിസ്ക്കറ്റ് ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ബിസ്ക്കറ്റ് ഉണ്ടാവും ഇവിടെ. കണ്ടോ ഗൈസ്? ഇത് ചൈനക്കാരുടെയൊക്കെ എന്തോ സാധനങ്ങൾ കണ്ടോ? നമ്മൾ കാണാത്ത എന്തൊരു ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടാവുന്നറിയാം. പക്ഷെ ഇതൊക്കെ തിന്നണേക്കാട്ടും വാങ്ങണേക്കാട്ടും ഇങ്ങനെ കാണാനും കാണിച്ച് തരാനുമാണ് എനിക്കിഷ്ടം. പിന്നെ അത് ഈ നമ്മുടെ അമ്മച്ചി നമുക്ക് വാങ്ങിച്ചെന്ന ചുമയുടെ മരുന്നാണ് ഗൈസ്. വാവ്, ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ? ഇത് വില കേട്ടോ €7
ഇതെനിക്ക് ഉണ്ടാക്കിയത്. ഇതെനിക്ക് എൻ്റെ വീട്ടിലുള്ള അമ്മച്ചി എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ബില്ലിങ് സെക്ഷനാണ് ഈ കാണുന്നതൊക്കെ. പിന്നെന്താ, അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇത് ഞെട്ടി പൊട്ടിക്കുന്ന സോഡ. കൊള്ളാലേ. സോജു ഉണ്ട് ഇവിടെയാണ് സോജു കുട്ടൻ. കൊറിയൻ ഡ്രാമേനെയും ചൈനീസ് ഡ്രാമേനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടതും വളരെയധികം അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു സാധനമാണ് സോജു ഇവിടെ ഉണ്ട് ഗൈസ്. നിങ്ങൾ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോലെ സോജു വേണ്ടവരൊക്കെ. ഓക്കെ ഗൈസ്, അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ നമ്മളിത് വീഡിയോ നിർത്തുകയാണ്. കാരണം വെയിലടിച്ചിട്ട് കണ്ണൊന്നും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. സോ നമ്മൾ വീഡിയോ നിർത്തുകയാണ്. നിർത്തുന്ന മുമ്പ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സൂത്രം കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടോളൂ. ഇത് ചത്തടക്കുന്നതല്ല, ഇത് ആക്ച്വലി അടിച്ച് കിറങ്ങി പാമ്പായി കിടക്കുന്നതാണ്. ആ അമ്മച്ചിനെ കാണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു.